ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് പച്ച അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പച്ച അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ അരി കുതിർത്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ, വറുക്കാത്ത പൊടിയാണ്. നമ്മൾ പുട്ടിനൊക്കെ പൊടിച്ചെടുക്കുന്നത് പോലെ തരിയോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ പുട്ടിനൊക്കെ ഉണ്ടാകുന്ന അത്ര തന്നെ തരിയോട് കൂടിയിട്ട് ഉള്ള പച്ച അരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് നല്ല ജീരകവും 1 ടീസ്പൂണ് എള്ളും പിന്നെ 1/2 ടീസ്പൂണ് കരിഞ്ജീരകവും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു അത്യാവശ്യം ചൂട് കട്ടിയുള്ള ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് തന്നെ തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലുള്ളൂ ആ തേങ്ങയിലുള്ള പാലൊക്കെ ഇറങ്ങിയിട്ട് പുട്ടിൻ്റെ ഈ ഒരു പൊടിക്കൊരു നനവ് വരിക. സാധാരണ നമ്മൾ ആ തേങ്ങയിലുള്ള പാലൊക്കെ ഇറങ്ങി ഇങ്ങനെ തിരുമ്മി എടുക്കുമ്പോൾ തന്നെ നമ്മൾ പുട്ട് പൊടി നനച്ച ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടും കേട്ടോ. ചെറുതായിട്ടൊരു നനവൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ വേണം കേട്ടോ ചെയ്യാൻ. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 നുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതായത് ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് കിട്ടുന്ന രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈ കടയും കേട്ടോ കുറേ നേരം വറുത്തെടുക്കുമ്പോൾ. ഇതിപ്പോൾ 2 കപ്പ് പൊടിയെല്ലാം എടുത്തിട്ട് 2 കപ്പ് പൊടിയും 1 കപ്പ് തേങ്ങയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് അടിയിൽ പിടിക്കരുത്, അതിനാണ് നമ്മൾ ചുവട് കട്ടിയുള്ള പാത്രം എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 10 മിനിറ്റ് വറുത്തെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതൊന്ന് ആ നനവൊക്കെ പോയി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും കൂടി മൂത്ത് കിട്ടണം, അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അതാ കണ്ടല്ലോ, ഇതിങ്ങനെ വറവായി വന്നപ്പോഴേക്കും ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പൊടിയൊക്കെ ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തത് കാരണം ആ ഒരു ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു അവലോസും പൊടിയുടെ അതേ ഒരു കളറും ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുള്ള ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ചില്ലുഭരണിയിലൊക്കെ കാണുന്ന ആ ഒരു അവലോസും പൊടിൻ്റെ ആ ഒരു ലുക്കൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചെറുതായിട്ടൊരു യെല്ലോ കളറും അതിൻ്റെ ഇടയിലുള്ളൊരു കളറാണ് കേട്ടോ. യെല്ലോയും ബ്രൗണും കൂടിയിട്ടുള്ള ഒരു കളറാണ് നമ്മുടെ അവലോസും പൊടിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഉടനെ തന്നെ നമുക്കിത് ഈ ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ചട്ടിയുടെ ചൂട് കൊണ്ട് ഇതിൻ്റെ മൂപ്പ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. കരിഞ്ഞു പോകും ഇതിൽ തന്നെ ഇരുന്നാൽ. നല്ല ചൂടുള്ള ചട്ടിയല്ലേ. അപ്പോൾ അതും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം. കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു കുപ്പിയിലൊക്കെ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിലൊക്കെ അടച്ച് സൂക്ഷിക്കാം കേട്ടോ. ഒരുപാട് കാലം കേടാവാതിരിക്കുകയും ചെയ്യും. ഇപ്പം ഞാനിത് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ചൂടാറിയതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.